തൃശ്ശൂരിലെ കവാടത്തിന് മുന്നിലാണ്. ഇന്നിവിടം ഒരു ആഘോഷ പ്രതീതിയിലാണ്. ഇവിടുത്തെ അന്തേവാസികളുടെ സങ്കടവും സന്തോഷവും കേൾക്കുവാനും അവരോടൊപ്പം കുറെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും അവരുടെ കുറെ അനുഭവങ്ങൾ കേൾക്കുവാനും കുറെ നല്ല നിമിഷങ്ങൾ അവർക്ക് സമ്മാനിക്കുവാനുമായി കലാഭവൻ മണിയാണ്. നമുക്ക് നോക്കാം മനുഷ്യരുടെ സാമൂഹ്യം അവർക്ക് എത്രത്തോളം സന്തോഷവും ആഹ്ലാദവും നൽകുന്നു. സാർ, അപ്പോൾ ഞങ്ങൾ ഈ തവണത്തെ ഓണാഘോഷം ഒരു വളരെ വ്യത്യസ്തമായിട്ടൊരു ഓണാഘോഷം തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൈരളി ചാനലും എല്ലാവരും ഞാനും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് ഈ തവണത്തെ ഓണാഘോഷം നമ്മുടെ തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തന്നെ ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. കാരണം ഇതിനകത്തെ കായിക പ്രകടനങ്ങൾ നേരിട്ട് കാണാനും കൂടിയാണ് നമ്മുടെ മാന്യ പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇത് ഹോസ്പിറ്റൽ ബ്ലോക്കാണ്. ബ്ലോക്കിൽ ഉദ്ദേശിച്ചത് 16ഓളം പേര് ഇവിടെ ഉണ്ട്. അവർ ചേർന്ന് പൂക്കളം ഇട്ടതാണ്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഒരു ഓർമ്മകൾ കൂടിയായിരിക്കും ഈ മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഓർമ്മ ഈ ഓണത്തിന് പുതുക്കുന്ന ഒരു ഓർമ്മ കൂടിയാണ് ഈ പൂക്കളം. തീർച്ചയായിട്ടും. അപ്പം ഞങ്ങൾ ഇവരെല്ലാം നേരിട്ട് കാണാനായിട്ട് മാവേലിയും ചാലക്കുടിലെ മാവേലിയും എല്ലാ മാവേലിമാരും ഒരുമിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാ മാവേലിമാർക്കും സെൻട്രൽ ജയിലിൻ്റെ സ്വാഗതം. തീർച്ചയായിട്ടും. നമുക്കൊരു ആർപ്പ് വിളിച്ചിട്ട് അതിനകത്ത് നമ്മുടെ കുറേ ചേട്ടന്മാർ ഹോസ്പിറ്റലിനകത്ത് കിടപ്പുണ്ട് അല്ലേ? നമുക്ക് അവിടെയും ഒന്ന് കയറി അല്ലേ മാവേലി, നമുക്ക് അവരൊന്ന് കണ്ട് സന്ദർശിക്കാം. അങ്ങനെ ഓണം കണ്ട് കൊടി കയറാം വരിക. സൈചേട്ടൻ്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടം? ഏതൊരു പാട്ടാ അറിയാം? ഓണത്തിൻ്റെ ഒരു ഓണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു എൻ്റെ പാട്ട് ഏതെങ്കിലും അറിയാം? അല്ല ചേട്ടന് പഴയ കാലത്തെ പാട്ടുകൾ ഏതെങ്കിലും ഓർമ്മ? ചരിത്രമില്ലേ? ഓണപ്പൂവേ അത് പറയാറില്ല. അറിയില്ല. എന്നൊരു പാട്ട് പറഞ്ഞേ ഞാൻ പാടാം. ഇഷ്ടമുള്ള പാട്ട് ഏതാ? അങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാ അല്ലേ? സാറില്ല. എന്നാലും അസുഖമൊക്കെ പെട്ടെന്ന് മാറും. ഞങ്ങളൊക്കെ നിങ്ങളെ കാണാൻ വേണ്ടി നേരിട്ട് അവിടെ നിന്ന് വന്നാൽ എല്ലാവിധ ഓണാശംസകളും കേട്ടോ. വീടവിടെ നിന്ന് ഈരാറ്റുപേട്ട. ഞാനവിടെ ഷൂട്ടിങ്ങിനൊക്കെ പോയിരുന്നു. ഞാൻ ഈരാറ്റുപേട്ട ഒരു കബഡി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. പൂക്കളൊക്കെ കണ്ടായിരുന്നോ? ഇഷ്ടമായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഈ തവണത്തെ ഓണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. അസുഖങ്ങളൊക്കെ വേഗം ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവിധ ഓണാശംസകളും കേട്ടോ. ശരി.
മോൻ്റെ പേര് ശ്രീജു. നാട് പള്ളൂർത്തി. ഞാൻ അതൊക്കെ നന്നാവും, ശരിയാണ്. ഇനിയൊക്കെ ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ വളരെ നല്ല രീതിയിലൊക്കെ ജീവിതത്തിൽ നിന്നിട്ട് നയിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. അതൊക്കെ ഭേദാവും, അതൊക്കെ ശരിയാവും കൂട്ടാ, എല്ലാം ശരിയാവും. അതൊക്കെ ഉദാഹരണം തന്നെ ഞാനൊക്കെ ഉണ്ട്, എത്രത്തോളം നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ അല്ലേ അധ്വാനിച്ച് വരുന്നത്, അതല്ലേ നമ്മൾ പാടാറുള്ളത്. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്നു ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തിയരോട്ടോ വണ്ടി. ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും കേട്ടോ. മണിച്ചേട്ടാ, എല്ലാ കൊല്ലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഓണാണ് അല്ലേ ഈ കൊല്ലത്ത്? എന്താണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് എന്താണ് ഒരു പുതിയൊരു എക്സ്പീരിയൻസ്? ഇതിനെക്കുറിച്ച് എന്താണ് മണിച്ചേട്ടൻ പറയാനുള്ളത്? നമുക്ക് ആദ്യം ഏറ്റവും നന്ദി പറയേണ്ടത് ഈ ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം തന്ന സർക്കാരിനോടും പിന്നെ ആഭ്യന്തര വകുപ്പിനോടും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ജയിൽ സൂപ്രണ്ടും എല്ലാ ആൾക്കാരും ഓഫീസേഴ്സ് എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ നമുക്ക് ആദ്യം നന്ദി പറയാം. നല്ലൊരു അടിപൊളി ഓണാശംസകൾ അവർക്ക് നമുക്ക് നേരാം. പിന്നെ അത് കൂടാണ്ട് ഇതിനകത്ത് പല കുറ്റം ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്, എല്ലാം ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അല്പസമയം ഓണത്തിനൊരു ദുഃഖങ്ങൾക്കൊക്കെ ഒരു വിട നൽകി ഒരു അടിപൊളി ഒരു ഓണാഘോഷം എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇപ്പം ഞാൻ അന്ന് ഒരു പ്രാവശ്യം കൂടെ വന്നിരുന്നു, അതിനേക്കാളൊക്കെ ഒരുപാട് പുരോഗമിച്ചില്ലേ സാറ്? കണ്ടമാനം ഇപ്പോൾ ഒക്കെ പൂന്തോ ശരിക്കും പറഞ്ഞാൽ സാർ ഒരു കാര്യം പറയട്ടെ, ഈ പുറമേക്കാൾ ഭംഗിയാണ് ജയിലിനകത്ത്. പുറത്ത് മുഴുവൻ മാലിന്യം കൊണ്ട് കൂമ്പാരായേക്കാം, ചപ്പ് ചവറ് അത് ഇത് വേസ്റ്റ് എല്ലാം കൊണ്ട് നിറഞ്ഞേക്കാം. പക്ഷേ ഇതിനകത്ത് വരുമ്പില്ലേ ഒരു എന്താ പറയുക, ഒരു കേരളത്തിൻ്റെ തനിമ കാണുകയാണ്. അതൊരു മാതൃകയായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ? സത്യമല്ലേ? എന്തൊരു വൃത്തിയായിട്ട് കിടക്കുന്നതാണ്. പൂന്തോട്ടങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാം അടക്കം ചിട്ടോടും കൂടി പോകണം. അതിലേക്ക് ഓരോ സെക്ഷൻസ് ആയിട്ട് ആൾക്കാർ എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇത് മുഴുവൻ സോളാറ് വെച്ചേക്കണേ സാറ്? ഇല്ലല്ലോ, ഇതെല്ലാം ഞങ്ങളുടെ സർക്കാരിന്റെ സ്ഥാപനമായ കെൽട്രോണാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കും. ഞാൻ ചോദിച്ചത് വേറെ ഒന്നല്ലല്ലോ. വേറെ കാര്യം ചോദിച്ചു നന്നായി. നമ്മുടെ ജയിൽ വകുപ്പില് കേരളത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് മൊത്തമായിട്ട് സോളാർ യൂത്തിലേക്ക് കടന്ന ജയിൽ ഡിപ്പാർട്ട്മെന്റാണ്. മാത്രമല്ല ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലെ ഈ ജയിൽ വകുപ്പിലെ സോളാർ ഫിറ്റിംഗ്സ് സംബന്ധിച്ച് യാതൊരുവിധ അലിഗേഷൻ ഇതുവരെ പ്രോജക്റ്റാണ് ആണല്ലേ? അപ്പൊ നമ്മൾ തന്നെ ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. 30% വൈദ്യുതി ലാഭിക്കാൻ കഴിയുന്നു. തീർച്ചയായിട്ടും. അല്ല, അതൊക്കെ ഒരു എന്താ പറയുക, കുറേ ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓണാഘോഷമാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് പരിപാടികൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട്. മണിച്ചേട്ടൻ്റെ ഏറ്റവും ഓർമ്മയുള്ളൊരു ഓണക്കാലം അതെന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ നാട്ടിലൊക്കെ നിന്നു എന്ന് തന്നെ പറയാം. അതിനൊക്കെ ഒരു അനുവാദം തരിക, അതായത് ആ ഓണം ആഘോഷിക്കാനായിട്ട് നമ്മളൊരു ജയിലിൽ ഒരു പ്രോഗ്രാം നടത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒന്നുമില്ല. എന്താ പറയുക, ഇപ്പോഴേ തന്നെ ആൾക്കാർ പായസത്തിന്റെ കൂപ്പൻ അടിച്ചിട്ട് റോട്ടിൽ കൂടെ നടക്കാം. ഇത്ര മണിക്ക് ഞങ്ങൾ പായസം വിതരണം ചെയ്യുന്നുണ്ട്, അവിടെ ഒന്ന് മേടിക്കണം എന്ന് പറഞ്ഞിട്ട്. പണ്ടൊക്കെ നമ്മളെങ്ങനെയായിരുന്നു, വീട്ടിലെങ്ങനെയായിരുന്നേ ഓണം? എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ സദ്യ എല്ലാം ഒരുക്കി, വീട്ടിലെല്ലാവരും വന്ന് എല്ലാവരും സദ്യയൊക്കെ ഒരുക്കി. കുട്ടികളാണെങ്കിൽ കുറേ കളികളും ചിരികളും, അമ്മമാരാണെങ്കിൽ അടുക്കളയിൽ കയറി പാചകവും എല്ലാം അങ്ങനത്തെ ഒരു അതൊക്കെ ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് ആയി പോയി. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാവരും ഓണം എന്നൊക്കെ പറഞ്ഞ എല്ലാവരും കൂടും, പാട്ടും പോകാലോ പോകാലോ മഞ്ഞക്കാട്ടിൽ പോകാലോ, മഞ്ഞക്കാട്ടിൽ പോയാലേ മഞ്ഞക്കിളിയ പിടിക്കാലോ, മഞ്ഞക്കിളിയ പിടിച്ചാല് പപ്പും തോല് പറയ്ക്കാലോ, പപ്പും തോല് പറച്ചാല് ടങ്കടൻ ടങ്കടൻ രണ്ടാണ്ട. അന്നൊക്കെ ആ ഓണങ്ങളിലൊക്കെ ഓർക്കുമ്പോൾ സന്തോഷം തോന്നാണ്. ഇന്ന് നമ്മൾ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഓണങ്ങളിലെ ആൾക്കാരൊക്കെ ഇവിടെ തീർച്ചയായിട്ടും. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ കാലം, അതായത് ചെറിയൊരു കയ്യിലൊരു അതിനെന്താ പറയാ, പൂക്കൂട. ആ പൂക്കൂടയിൽ പറമ്പിൽ ഒരു കയ്യിൽ ട്രൗസറും അതൊക്കെ പിടിച്ച് ഓടി പറമ്പിൽ നിന്ന് മറ്റേ പൂവില്ലേ മെല്ലെ കുഞ്ഞിപ്പൂക്കൾ, തുമ്പപ്പൂ, ആ തുമ്പപ്പൂ ഒക്കെ ഇട്ട് മെഴുകി വൃത്തിയാക്കി അതിൽ പൂക്കളാക്കി ഇട്ട് എന്ത് രസമല്ല. ഞങ്ങളുടെ അവിടെ മാവേലി മന്നന്റെ വരവേൽക്കാനായിട്ട് തൃക്കാക്കരിയപ്പൻ വെക്കും. ആ തൃക്കാക്കരിയപ്പനോടെ മറ്റേ അരിമാവ് കുഴച്ചിട്ട് ഇങ്ങനെ അണിഞ്ഞ് അത് പടി വരെ തുമ്പപ്പൂ ഇട്ടിട്ട് അവിടെ നിന്ന് മാവേലി വന്ന് വീട്ടിലുണ്ടാക്കി അട തിന്നാണ് പറയാറ്. പക്ഷെ അതൊക്കെ ഇനിയുള്ള തലമുറകൾ എത്രത്തോളം കൊണ്ടുപോകും എന്നറിയില്ല. പക്ഷെ ആ തലമുറയ്ക്ക് ഒരു പ്രചോദനമായിട്ടാണ് നമ്മൾ എത്രത്തോളം.